ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1.5 കപ്പ് അളവ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം തലേന്ന് ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മട്ട അരിയുടെ ചോറാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാദ്യം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടവും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലവർ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിടാറുണ്ട്. അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1/4 കപ്പ് അളവ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും ആദ്യമേ മുഴുവനായിട്ടും ചേർക്കാതെ കുറച്ചായിട്ട് അരിപ്പൊടി ചേർക്കുക. ആദ്യം ഞാനിവിടെ 1/4 കപ്പ് ചേർത്തിരുന്നു. വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയുടെ അളവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചോറിൻ്റെ ആ ഒരു പറ്റിനനുസരിച്ച് മാറി വരും. അപ്പോൾ എപ്പോഴും കുറച്ചായി മാത്രം ചേർത്ത് കൊടുത്ത് കറക്റ്റ് കൂട്ട് റെഡിയാകുന്നത് വരെയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഏത് ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. കയ്യിലൊന്നും പറ്റിപ്പിടിക്കാത്ത കൂട്ട് റെഡിയാകുന്നവരെയാണ് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരല്പം സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് എനിക്കിവിടെ 1/4 കപ്പ് അളവ് അരിപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പൊടിയുടെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന ചോറിൻ്റെ പറ്റിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കൂട്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് വീണ്ടും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് 2 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. ഈ ഒരു പരുവത്തിലാകുന്നത് വരെയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ കൈയെടുക്കാതെ 2 മിനിറ്റ് നേരം ഒന്ന് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. അതിനുശേഷം ഇത് ഇനി സേവനാഴിയിൽ പിഴിഞ്ഞെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാർ ഷേപ്പിലുള്ള ആ ഒരു അച്ചാണ് ഉപയോഗിക്കുന്നത്. സേവനാഴിയിൽ ആദ്യം തന്നെ നമ്മൾ ഒന്ന് നല്ലപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എണ്ണ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും ഹാഫ് പോർഷൻ എടുത്തിട്ട് ഈ ഒരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പിഴിഞ്ഞെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ ഇതൊരു പാത്രത്തിലേക്കാണ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പാത്രത്തിലോ ഇലയിലോ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. പാത്രത്തിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം മുറുക്കിൻ്റെ ഷേപ്പിലോട്ടേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വട്ടത്തിൽ ചുറ്റിച്ചെടുത്തിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഒന്നും കൂടെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ചിലവർ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതുപോലെ മുറുക്കിൻ്റെ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ടിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ ഒരു ഹാഫ് പോർഷൻ കൂട്ടുകൊണ്ട് എനിക്ക് ഇത്രയും മുറുക്കാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറൊക്കെ മാറിപ്പോകും. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഒരല്പസമയം കഴിയുമ്പോൾ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാകമാകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എണ്ണയുടെ ആ ഒരു തുള്ളൽ ശ്രദ്ധിച്ചാലും മനസ്സിലാകും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന മുറുക്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു മുറുക്ക് ഉണ്ടാകുക. അപ്പോൾ എപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും ബാക്കിയാവുന്നതാണ് ചോറ്. അത് സാധാരണ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതെടുക്കാൻ നമ്മൾക്ക് കുറച്ച് മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.